ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് 4 ലെയർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെയിൻ മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഫസ്റ്റ് നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യോക്കിൻ്റെ ടോട്ടൽ നീളം വരുന്നത് 15 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ച് കിട്ടും. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 7.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് 8.5 ഇഞ്ചിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചും ലെങ്ത്ത് ഒരു 6.5 ഇഞ്ചിലും വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് അത് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴീൻ്റെ അവിടെയും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ലെയറാണ്. 4 ലെയറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ലെയറിൻ്റെ നീളം വരുന്നത് 11.5 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4ആയിട്ട് മടക്കി കൊടുത്താലും നമുക്ക് കട്ട് ചെയ്യാൻ ഈസി അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. 11.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാവുന്ന ലൈൻ വരച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ വീതി എടുക്കുന്നത് നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 20 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 38 ഇഞ്ചാണ് ഫസ്റ്റ് ലെയർ തുണി എടുത്ത് കൊടുക്കുന്നത്. പ്ലീറ്റ് ഇട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത്രയും തുണി എടുത്ത് കൊടുക്കുന്നത്. പിന്നത്തെ ലെയറിലൊക്കെ സെക്കൻഡും തേർഡിനൊക്കെ നമ്മൾ ഓരോന്നിൻ്റെ കൂടി 20 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ പോലെ തന്നെ 38 ഇഞ്ചിൻ്റെ കൂടെ 20 ഇഞ്ച് ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് 58 ഇഞ്ചാണ്. പിന്നെ തേർഡ് ലെയറിൽ 58 ഇഞ്ചിൻ്റെ കൂടെ 20 ഇഞ്ച് ആഡ് ചെയ്യാം, 78 അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ താഴെ ഭാഗത്ത് നമുക്ക് നല്ല വീതിയുള്ള ലെയറായിട്ട് കിട്ടുള്ളൂ. അവസാനം നമുക്ക് കുറച്ച് കൂടുതൽ ക്ലോത്ത് വേണ്ടി വരും. ഇനി നമ്മൾക്ക് ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പിൻ ചെയ്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ക്ലോത്ത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് സ്ലീവിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്, മുകളിലും താഴെ ഭാഗത്തും, ഷോൾഡറിൻ്റെ അവിടെയും പിന്നെ താഴെ ഭാഗത്തും. അപ്പോൾ അതിനായിട്ട് 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ 4 ഇഞ്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് മെയിൻ ക്ലോത്തിന് നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. ചെറിയൊരു കട്ടിങ് കൊടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ബാക്ക് പോർഷനും അതുപോലെ തന്നെയാണ്. എന്നിട്ട് അതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബാക്ക് പോർഷൻ ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. സൈഡിലൊക്കെ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ആ ഭാഗം, അതായത് ഫ്രിൽസ് വെച്ച് കൊടുക്കണ്ടേ, അതിന് മുമ്പേ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതായത് രണ്ടും നല്ല വശം ഒരുമിച്ച് വെക്കുക. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ് ഉള്ള ആ ഭാഗം ലൈനിങ്ങിലാണ് വെച്ച് കൊടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് പ്ലീറ്റ് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട ലെയർ, ഫസ്റ്റ് ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലെയറിൻ്റെ നല്ല വശവും പിന്നെ യോക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്തില്ല അതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ലെയർ വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഓരോ ലെയറിനും 20 കൂട്ടി എടുത്തിട്ടാണുള്ളത്. താഴെ ഭാഗം അതായത് 4th ലെയറിലേക്ക് വരുമ്പോൾ വീതി കൂടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 20 കൂട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്, ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഷേപ്പ് ചെയ്ത്. അതിന് മുൻപേ ഈ സ്ലീവിൻ്റെ അവിടെ നിന്ന് ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് സ്ലീവിൻ്റെ ബോട്ടം സൈഡിൽ സെൻട്രലായിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാരണ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ വേസ്റ്റ് വരെ നമ്മൾ ഇത് ലൈനിങ്ങോടെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരുമ്പോൾ ലൈനിങ് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.